മഹത്തുക്കളെ, മന്ത്രിമുഖ്യന്മാരെ, അഭ്യുദയകാംക്ഷികളെ, കുളച്ചൽ യുദ്ധം എന്ന മഹാപ്രതിസന്ധിയെ നാം അതിജീവിച്ചിരിക്കുന്നു. ഡച്ച് ഭരണാധിപന്റെ കുടിലതന്ത്രങ്ങൾക്ക് നമ്മെ കീഴ്പ്പെടുത്താനായില്ല. ഈ പോരാട്ടത്തിൽ എന്നോടൊപ്പം അണിചേർന്ന എല്ലാവരോടുമുള്ള എൻ്റെ കൃതജ്ഞതയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത് പ്രത്യേകം താളിയോലയിൽ എഴുതി രാജാവിൻ്റെ മുദ്ര ചാർത്തി നമ്മുടെ നാട് മുഴുവൻ നിങ്ങൾ അറിയിക്കണം. അനന്തപത്മനാഭൻ നാടാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങയോടൊപ്പം ഈ പോരാട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. നാടിൻ്റെ രക്ഷയ്ക്കായുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ പങ്ക് യഥായോഗ്യം നിറവേറ്റാനായി. ഞങ്ങളെക്കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. ഭാഗ്യത്തിന് എല്ലാം നാം നിരൂപിച്ചതുപോലെ വന്നു. 7 ആശാന്മാരുടെയും സർവ്വസന്നാഹത്തോടു കൂടിയ പോരാട്ടം നമുക്ക് അനുകൂലമായി. അനന്തപത്മനാഭൻ നാടാർ നയിച്ച സംഘത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. രാമയ്യൻ തലൈവി, നീലകണ്ഠൻ എന്നിവരോടുള്ള നമ്മുടെ കടപ്പാട് നാം അറിയിക്കുന്നു. ഈ യുദ്ധവിജയം നാടിൻ്റെ ചരിത്രത്തിൽ സുവർണലിപികളിൽ തന്നെ എഴുതപ്പെടും. വൈദേശിക ശക്തികളെ തുരത്താൻ നാം കഴിവ് പ്രാപിച്ചിരിക്കുന്നു എന്ന് ലോകമുമ്പിൽ തെളിയിക്കപ്പെട്ട ഒരു സന്ദർഭമാണിത്. പ്രഭോ, യുദ്ധവിജയികളെ അഭിനന്ദിക്കുന്ന അങ്ങയുടെ വലിയ മനസ്സിന് പ്രത്യേക നന്ദി. തീരപ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികളും ആശാന്മാരും നാടിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച യോദ്ധാക്കളും ഈ വിജയത്തിന് കാരണമായി. അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ധീര യോദ്ധാക്കൾ ആരൊക്കെയാണെന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവരും അറിയേണ്ടതിന് ഒരു പ്രത്യേക രാജവിളംബരം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും അടിയന് അനുവാദം തന്നാലും. എല്ലാം ഉചിതമാവണ്ണം ചെയ്തുകൊള്ളുക. തിരുവിതാംകൂർ മഹാരാജാവ് നീണാൾ വാഴട്ടെ. കുളച്ചൽ യുദ്ധത്തിൽ പിടിയിലായ ഡച്ച് ഭരണാധിപൻ ഇവനാണ് പ്രഭു. തന്ത്രപൂർവമായ കരുനീക്കങ്ങളിലൂടെ പലപ്പോഴും നമ്മുടെ യോദ്ധാക്കളെ വലച്ച തന്ത്രശാലിയാണിവൻ. ഇവന്റെ നാവികസേനയെ തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ പാടുപെട്ടു. അർഹമായ ശിക്ഷ അങ്ങിവന് കൽപ്പിക്കണം. അങ്ങയുടെ മുമ്പിൽ ഇതാ ഇയാളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ പേരെന്ത്? ഡിലനോയ്. നീ ഞങ്ങളെ നന്നായി വട്ടം കറക്കി. ഞങ്ങളുടെ രാജ്യത്തിന് ഒരുപാട് നഷ്ടം വരുത്തി. I am the commander-in-chief of army of my country. I fulfill that work faithfully. I am bound to do it, whether in the face of battle or in the face of death. I also perform that work in the colossal battle. It is true that my struggles are against your country. But as a general, I am grateful that I have completed my work. I will accept any punishment you give me. തൽക്കാലം ഇയാളെ കൽത്തുറങ്കിലടയ്ക്കൂ. ബാക്കി നടപടികൾ ഞാൻ പിന്നാലെ പറയാം. നീലകണ്ഠൻ, താങ്കൾ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? യുദ്ധത്തടവുകാരനായി പിടിച്ചുകൊണ്ടുവന്ന ഒരു വൈദേശിക സൈന്യാധിപനെ നമ്മുടെ നാടിൻ്റെ സൈന്യാധിപനാക്കുകയോ? എന്തൊരു വൈരുദ്ധ്യമാണിത്! കുശാഗ്രബുദ്ധിക്കാരനായ താങ്കളുടെ ബുദ്ധിയിൽ ഇത് എങ്ങനെ ഉദിച്ചു? ഞാനല്ല, രാജാവ് തിരുമനസ് തോന്നി അദ്ദേഹത്തിന് സ്ഥാനാരോഹണം നൽകിയതാണ്. ഈശ്വരാ, വിനാശകാലേ വിപരീത ബുദ്ധി. അല്ലാതെ എന്ത് പറയാൻ? രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യങ്ങളെല്ലാം ഈ വിദേശി ചോർത്തിക്കൊണ്ടു പോകില്ല എന്ന് ആരറിഞ്ഞു? അങ്ങനെ ഒരാളാണ് അയാളെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചതിയനല്ല. വഞ്ചിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ ഈ സ്ഥാനം ഏറ്റെടുക്കില്ല, അത് തീർച്ചയാണ്. തിരുവിതാംകൂർ മഹാരാജ്യത്തിൽ മഹാന്മാരായ നേതാക്കളും ധൈര്യശാലികളായ യോദ്ധാക്കളും മഹത്തുക്കളായ വേഗമതികളും ഇല്ലാത്തതുകൊണ്ടാണോ വിദേശത്ത് നിന്ന് സൈന്യാധിപനായി മറ്റൊരാളെ നാം കൊണ്ടുവരുന്നത്? ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഡച്ച് സാമ്രാജ്യം അതിൻ്റെ സൈന്യബാഹുല്യം കൊണ്ട് പുകൾ കൊണ്ട സാമ്രാജ്യമാണ്. അവരുടെ സാങ്കേതിക തികവുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. അവരിൽ ഒരാൾ ആത്മാർത്ഥമായി നമ്മെ സേവിച്ചാൽ ആധുനിക സങ്കേതങ്ങളെക്കുറിച്ച് നമ്മുടെ സൈന്യത്തെയും പഠിപ്പിക്കും. അത് തുടർന്നുള്ള യുദ്ധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും നമ്മെ ഇരട്ടി ശക്തിയുള്ളവരാക്കി തീർക്കും. എന്തായാലും ഞാൻ എൻ്റെ വിയോജിപ്പ് രാജാവിനെ അറിയിക്കും.
അടിയൻ നീലകണ്ഠൻ ഡില്ലനോയെ അദ്ദേഹത്തിന്റെ ചുമതലകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയോ? അതേ തിരുമേനി, ബോധ്യപ്പെടുത്തി. പക്ഷേ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് ചില എതിർപ്പുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിലും വന്നു. എന്നാൽ എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഡില്ലനോയെ ഒന്ന് വിളിക്കൂ. ഡില്ലനോയ്, എങ്ങനെയുണ്ട് ജീവിതം? കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വന്നതിൽ നാം ഖേദിക്കുന്നു. ഇപ്പോൾ താങ്കൾ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. യുവർ മാജസ്റ്റി, എന്നെ സ്വതന്ത്രനാക്കിയത് ഒരു മിറക്കിളായിട്ട് ഫീൽ ചെയ്യുന്നു. താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മീ. ട്രസ്റ്റ് മീ, എനിക്ക് നൽകുന്ന ഏത് ടാസ്കും ഞാൻ ഫെയ്ത്ത്ഫുള്ളി ചെയ്യും. ജയിൽ മോചിതനായ ശേഷം എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ലിവ് ഹാപ്പിലി ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്തിനായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ഡിയർ ഫ്രണ്ട്, താങ്കളുടെ ഈ മേഖലയിലെ അനുഭവസമ്പത്തും അറിവും പരിഗണിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി താങ്കളെ ഉപയോഗിക്കാൻ രാജാവിന് താല്പര്യമുണ്ട്. ഓ, ഐ തിങ്ക് ഇത് ഒരു വലിയൊരു അംഗീകാരമാണ്. തിരുമനസേ, നമുക്ക് ഉദയഗിരിയിൽ വലിയൊരു സൈനിക കോട്ട പണിയണം. അതിനായി 85 ഏക്കർ സ്ഥലമെങ്കിലും മാറ്റിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും 2 കോട്ടകൾ നമുക്ക് പണിയേണ്ടതുണ്ട്. ഇന്നത്തെ നൂതന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ വികസനങ്ങൾ നടപ്പാക്കാൻ. ഈ ചുമതലകൾ ഡിലനോയെ ഏൽപ്പിക്കുന്നതാകും ഉചിതം. ഈ രാജ്യത്തിൻ്റെ എന്ത് വികസനത്തിനു വേണ്ടി ഞാൻ തയ്യാറാണ്. അത് ആധുനിക രീതിയിൽ തന്നെ ചെയ്തു തരാം. സൈനിക കോട്ടകൾ നമുക്ക് പണിയണം. എനിക്ക് ഒരു ആഗ്രഹം കൂടെയുണ്ട്. അതും കൂടെ സാധിപ്പിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു. താങ്കൾ എന്തും ചോദിച്ചോളൂ, അത് സാധിപ്പിച്ചു തരാൻ നാം കടപ്പെട്ടിരിക്കുന്നു. നാം പണിയുന്ന കോട്ടയോട് ചേർന്ന് എനിക്ക് ഒരു കുഞ്ഞ് ദേവാലയം വേണം. താങ്കൾ അറിയുന്നത് പോലെ ഞാൻ ഒരു ക്രിസ്ത്യാനി ആണ്. അതുകൊണ്ട് എനിക്ക് പോയി ആരാധിക്കാൻ ഒരു ദൈവാലയം പണിയാൻ ഉള്ള അനുവാദം തന്നാലും. താങ്കളുടെ ആഗ്രഹം പോലെ അനുവാദം തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച് തിരുമനസ്. നീലകണ്ഠൻ ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം. കൊട്ടാരം ശ്രീഭണ്ഡാരത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും പണം അതിനായി ഉപയോഗിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ മുഖച്ഛായ തന്നെ മാറണം. ഇനിയുള്ള നാളുകൾ ഉയർച്ചയുടെയും വികസനത്തിന്റെയും നാളുകളായി മാറട്ടെ. അമ്മേ ദേവി, ഈ ജോലികളൊന്നും തീരുന്നില്ലല്ലോ. ഒന്നും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. ഉഫ്, എന്ത് ചെയ്യുമെന്തോ. നീലകണ്ഠൻ, നിങ്ങൾ ഇന്നലെ കോട്ട കെട്ടാൻ പണി ചെയ്യാൻ വന്ന ആൾക്കാർക്കുള്ള ശമ്പളം കൊടുത്തില്ല. അവർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. വാട്ട് ഷുഡ് ഐ ഡു? സാലറി ഇന്നലെ കൊടുക്കാൻ കഴിഞ്ഞില്ല സർ. ആ പണം ശ്രീഭണ്ഡാരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. നാളെ തന്നെ ഞാനത് കൊടുത്തോളാം. ഈ ഒരു തവണത്തേക്ക് മാപ്പാക്കണം. നീലകണ്ഠൻ, യു ആർ എ ബ്രൈറ്റ് യങ് മാൻ. എല്ലാ കാര്യവും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു യുവാവാണ് താങ്കൾ. വാട്ട് ഹാപ്പൻ ടു യു? താങ്കൾ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. So what's the problem? Everything has a solution. To me, as a close friend, ഒരു സുഹൃത്ത് എന്ന നിലയിൽ, can you share me your worries? ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് സാർ ഞാൻ ഈ നാളുകളിൽ കടന്നു പോകുന്നത്.
എൻ്റെ വേദനകൾ ആരോട് ഞാൻ പങ്കുവയ്ക്കും? അഥവാ പങ്കുവച്ചാൽ തന്നെ അതാരും മനസ്സിലാക്കാം? ഓരോ ദിവസവും ഔദ്യോഗികമായ ജോലികൾക്ക് വേണ്ടി ഈ കൊട്ടാരത്തിൽ വരുമ്പോഴും ഞാൻ എല്ലാവരോടും ചിരിക്കാനും പ്രസന്നതയോടെ പെരുമാറാനും ശ്രമിക്കുകയാണ്. ഇപ്പോൾ എത്ര അഭിനയിച്ചിട്ട് എൻ്റെ ദുഃഖങ്ങളെ മറയ്ക്കാൻ പറ്റുന്നില്ല സാർ. എന്നോട് ക്ഷമിക്കും. സൈനിക കോട്ട പണിയുന്ന തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. അതെനിക്ക് പറ്റിയ പിഴവ് തന്നെയാണ്. ഇത്തരം കൃത്യവിലോപങ്ങൾ ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല, ഉറപ്പ്. What is your problem, നീലകണ്ഠൻ? Tell me. ഞാൻ താങ്കളുടെ ഉറ്റ സുഹൃത്താണ്. പ്ലീസ് tell me. സർ, എൻ്റെ വീട്ടിലെ പശുഫാമിനെ കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 1 മാസമായിട്ട് 25ഓളം പശുക്കൾ ചത്തുപോയി. ഞങ്ങൾക്കുള്ള കൃഷിയിടങ്ങളെല്ലാം തീരാ നഷ്ടത്തിലാണ്. അതിലുപരി കഴിഞ്ഞ 1 മാസത്തിൽ കുടുംബത്തിൽ നടന്നത് 5 മരണങ്ങളാണ്. ഒരുപാട് സങ്കടത്തോടെ പലരെയും സമീപിച്ചു. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ചു. പ്രശ്നപരിഹാരത്തിന് പല ആചാര്യന്മാരെയും കണ്ടു. എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് ദേവീ കോപമുണ്ട് എന്നാണ്. അതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്ക് അറിയില്ല സർ. നന്മയോടും സത്യസന്ധതയോടും ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന് എന്തിനാണ് ഈ ദേവീകോപം എന്ന് മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. കടബാധ്യത കൊണ്ടും സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ടും നികത്താനാവാത്ത നഷ്ടങ്ങൾ കൊണ്ടും ആകുലപ്പെടുകയാണ് സർ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നാളെയിലേക്ക് നോക്കുമ്പോൾ ശൂന്യത മാത്രമാണ് മുമ്പിലുള്ളത്. തളർന്നു പോകുന്നു സർ. ഉറക്കമില്ല. പക്ഷെ എങ്കിലും താങ്കൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു സർ. സ്വന്തം കുടുംബം കൂടെയില്ല, വേറൊരു രാജ്യത്താണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് സാർ ഇത്ര സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജോലികളെല്ലാം ചെയ്യുന്നത്? എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരൂ സാർ. എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലായി നീലകണ്ഠൻ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. ദൈവത്തിൽ നിന്റെ ഭാരം ഏൽപ്പിക്കുക. സമാധാനമായി ഇരിക്കുക. ഞാനും ഒരു വിശ്വാസിയാണ് സർ. ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ദേവീ കോപം മാത്രം ബാക്കി. എവിടെയാണ് സാർ സമാധാനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടെത്തുക? പറഞ്ഞു തന്നാലും. നീലകണ്ഠൻ, താങ്കൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യേശുവാണ് താങ്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമോ? അങ്ങനെയെങ്കിൽ എനിക്ക് കേൾക്കണം സാർ. യേശു, ജീസസ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മാത്രമല്ല നിനക്ക് ഇറ്റേണൽ ലൈഫ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. എറ്റേണൽ ലൈഫ്? അതെന്താണ്? ഈ ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് നമ്മെ വിഷമിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നീലകണ്ഠൻ. അത് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ സത്യദൈവത്തിൻ്റെ പദ്ധതികൾ ആണ് എന്നാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിയണമെങ്കിൽ നാം ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഞാൻ എങ്ങനെ സമാധാനത്തോടെ ജോലികൾ ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലേ? യേശുക്രിസ്തുവിനെ അറിഞ്ഞതിലൂടെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ദൈവ ഇഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇപ്പോൾ നീലകണ്ഠനോട് സംസാരിക്കുന്നത് പോലും അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് ആനന്ദം നൽകും. അതൊരു സുവിശേഷ ഘോഷണത്തിൻ്റെ ഭാഗമായി തോന്നും. ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ
ഉറപ്പാണ് നീലകണ്ഠൻ, നിങ്ങളെ ദൈവം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു നീലകണ്ഠൻ. ദൈവം നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഓഫ് കോഴ്സ് ഡിയർ ഫ്രണ്ട്. എനിക്ക് കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമാണ്. ഞാൻ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കട്ടെ. Don't worry, everything will be fine. എന്തു പറ്റി? എന്താ ഇങ്ങനെ വിഷമിക്കാൻ കാരണം? ഒരിക്കലുമില്ലാത്ത സങ്കടങ്ങളുമായിട്ടാണല്ലോ ഇപ്പോൾ വീട്ടിൽ വരുന്നത്. എന്താണ് പ്രശ്നമെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയൂ. ഈ നാളുകളിൽ നമ്മുടെ കുടുംബം കടന്നു പോകുന്ന സങ്കടങ്ങൾ നീ അറിയുന്നതല്ലേ. ഒന്നിനും ഒരു ശാശ്വത പരിഹാരമില്ല. എന്നാൽ ഇന്ന് നമ്മുടെ പുതിയ സൈന്യാധിപനുമായി സംസാരിച്ചു. അദ്ദേഹം യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. പുതിയൊരു ആത്മീയ വഴി തന്നെ എൻ്റെ മുമ്പിൽ തുറന്നിട്ടു. ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലാണ് ഭാർഗവി. എന്ത് തീരുമാനിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ചു നേരം ധ്യാനിക്കണം. നീ മറ്റു ജോലികളൊക്കെ ചെയ്യൂ. ഞാനിവിടെ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ഭാർഗവി, ഭാർഗവി, ഇതാ വരുന്നേ. ഭാർഗവി, എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ശക്തി എന്നിലേക്ക് വന്നു. ഒരു വചനം എനിക്ക് കിട്ടി. നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കില്ല. യേശുക്രിസ്തു ആണ് സത്യദൈവം. ഞാൻ മനസ്സിലാക്കി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി എന്നൊന്നുണ്ട്. അത് ഇപ്പോൾ എന്നിലേക്ക് വന്നു. എനിക്ക് ബോധ്യമുണ്ട്, എനിക്കത് അറിയാം. നമ്മുടെ ദുര്യോഗങ്ങളൊക്കെ മാറും ഭാർഗവി. സത്യമാണ്. സ്വർഗീയ സന്തോഷം നമ്മളിലേക്ക് വരും. ഞാൻ യേശുക്രിസ്തുവിലായി. ഇനി എൻ്റേത് ഒരു പുതിയ ജീവിതമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഉന്നത കുലജാതരായ കുടുംബങ്ങളിൽ നിന്ന് ഒരാൾ മതം മാറിയാൽ, അതും താഴ്ന്ന ജാതിക്കാർ ഒരുപാടുള്ള ഒരു മതത്തിലേക്ക് മാറിയാൽ, നമ്മുടെ തറവാടും കുടുംബക്കാരും എങ്ങനെ പ്രതികരിക്കുമെന്ന് ഊഹിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഞാൻ പിന്മാറില്ല. സത്യമറിഞ്ഞിട്ടും അതിനെ മറച്ചു പിടിക്കാൻ എനിക്കാവില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം നീയും അനുഭവിക്കണം ഭാർഗവി. അത് നമ്മുടെ കുടുംബക്കാരെല്ലാവരും അനുഭവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇനി എൻ്റെ ജീവിതം അതിനു വേണ്ടിയുള്ളതാണ്. കുടുംബമഹിമയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പടിയടച്ച് പിണ്ടം വയ്ക്കും. അതാണല്ലോ നമ്മുടെ നാട്ടുനടപ്പ്. ഞാനും എൻ്റെ കുട്ടികളും ഒറ്റപ്പെടും. നമുക്ക് അഭയമില്ലാതായി പോകും. ദൈവം ഒന്നല്ലേ ഉള്ളൂ. ആ ദൈവത്തെ മനസ്സിൽ ആരാധിച്ചാൽ പോരെ? ആരാധനാമൂർത്തിയെ എല്ലാവരോടും പറയണോ? വിശ്വാസം എന്തുമായി കൊള്ളട്ടെ, അത് രഹസ്യമായി സൂക്ഷിച്ചാൽ പോരെ? യേശുവിനെ വിശ്വസിക്കുന്നതിൽ ഞാൻ എതിരല്ല. ഇങ്ങനെ സ്വന്തം വിശ്വാസം പരക്കെ പറഞ്ഞ് നാട്ടുകാരുടെ വിരോധവും കുടുംബക്കാരുടെ വിരോധവും നാം എന്തിനാണ് ഏറ്റുവാങ്ങേണ്ടത്? ഭാർഗവി, ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും നീ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. നീയും സത്യദൈവത്തെ അറിയണം. ഈ ഒരു സന്ദർഭത്തിൽ നീ എന്നോടൊപ്പം നിൽക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിനുള്ളവർ തന്നെ ആയിരിക്കും. നിനക്കറിയാലോ എന്നെ. എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. ഇതിലും നീ എന്നെ വിശ്വസിക്കണം. ഞാനെന്നും അങ്ങയുടേത് തന്നെ. ഞാൻ ഒപ്പമുണ്ടാകും. പക്ഷേ മനസ്സിലെ ആകുലതകൾ മായുന്നില്ല. സാരമില്ലടോ, ഒക്കെ ശരിയാവും. നീ സമാധാനമായിരിക്കെ. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം.
എൻ്റെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു എൻ്റെ അടുത്ത് വന്നു സാർ. ഞാൻ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് സ്നാനപ്പെടണം. എന്നെ ഒന്ന് സഹായിക്കൂ. നീലകണ്ഠൻ, നിങ്ങളൊരു അപ്പർ കാസ്റ്റാണ്. ദിസ് ഈസ് നോട്ട് ഈസി. നിങ്ങളുടെ ആഗ്രഹം ഞാൻ മാനിക്കുന്നു. ഓൾദോ റിസ്ക് ഉണ്ട്, ബട്ട് ദർ ആർ പോസിബിലിറ്റീസ്. എന്താണ് സാർ ആ പോസിബിലിറ്റീസ്? കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു ചർച്ചുണ്ട്. അവിടെ സ്നാനപ്പെടാൻ പാടില്ല. There is another place, വടക്കൻകുളം, ഒരു സ്ഥലമുണ്ട്. It's about 33 kilometers from here. ഒരു ഫാദർ ഉണ്ട്, my friend. His name is Father Butari. Let's go and see him. നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. ഓക്കെ സാർ. Welcome, dear friend. After a long time, your visit was unexpected. The army commander himself at my house. Hope you're fine, dear father. Yeah, I'm fine. What is the purpose of your coming? ഫാദർ, ഇത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് നീലകണ്ഠൻ. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ഹിന്ദു ഫാമിലി മെമ്പറാണ്. ഫ്യൂ ഡേയ്സ് അഗോ അദ്ദേഹം വളരെയധികം മാനസികമായിട്ട് ചില പ്രയാസങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തെന്നാൽ ഹിസ് ഫാമിലി ഹാസ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ. അതിന് മറുപടിയായി I share the gospel with him, how to get back his life. ഇത് മുഖാന്തരം നിരന്തരമായ ബൈബിൾ റീഡിംഗ് ആൻഡ് പ്രയർ. Through this, he has accepted Christianity. അദ്ദേഹത്തിന് ഇപ്പോൾ സ്നാനപ്പെടണം, ചർച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഫാദർ, you must help him. Travancore, ഇപ്പോഴത്തെ condition, you know well, right? ഇദ്ദേഹം is an upper caste. ഒരു upper caste മതം മാറിയാൽ അതിൻ്റെ consequences, it's very big. His family will treat him as an enemy. അത്തരത്തിലുള്ള ഒരു പേഴ്സണെ നമ്മൾ റിസീവ് ചെയ്താൽ that consequences we also have to pay. അതുകൊണ്ട് ബാപ്റ്റിസം സ്വീകരിച്ച് സഭയിൽ മെമ്പർ ആകുന്ന കാര്യം എളുപ്പമല്ല. Can you help him somehow? Sorry, dear friend. I think now it's not possible. ഫാദർ, താങ്കളും ദൂരദേശത്തു നിന്ന് കടൽ കടന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയല്ലേ. ഞാനും ആ സുവിശേഷത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. ഒരുപാട് പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും ശേഷമാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഫാദർ, എനിക്ക് ബാപ്റ്റിസം വേണം. സോ പ്ലീസ് ഡോണ്ട് ഡിനൈ മീ. Can you tell me which Bible verse, ബൈബിളിലെ ഏത് വാക്യമാണ് താങ്കളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാൻ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഓഫ് കോഴ്സ്, സാം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. Oh, great. Your commitment എന്നെ അതിശയിപ്പിക്കുന്നു. ഞാൻ താങ്കളെ ബാപ്റ്റൈസ് ചെയ്യുന്നതിൽ നിന്നും തടയാൻ
ആരുമല്ല. There is 1 month ക്ലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ താങ്കൾക്ക് ബാപ്റ്റിസം തരാം. താങ്ക് യു സോ മച്ച് ഡിയർ ഫാദർ. Go in peace, dear friend. ഹോ, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എത്ര നാളായി ഞാനും ഈ കുടുംബവും അങ്ങേക്കായി കാത്തിരുന്നിട്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളോടെല്ലാം ഒന്ന് തുറന്ന് സംസാരിച്ചുകൂടെ? ഇങ്ങനെ മനസ്സിലൊതുക്കി എത്ര കാലം ജീവിക്കും? എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, ഇതൊക്കെ അറിയാനുള്ള അവകാശം എനിക്കും ഇല്ലേ? എന്താ പറ്റിയതെന്ന് ഞങ്ങളോടൊന്ന് പറയൂ. ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് ചില മാറ്റങ്ങൾ വന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. കഴിഞ്ഞ 40 ദിവസം നിരന്തരമായ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഭാർഗവി. ഒടുവിൽ വിശ്വാസപരമായി പൂർണ്ണമായി മാറാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ പുതിയൊരു മനുഷ്യനാണ്. എന്നിലെ മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് നീ എന്നെ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറയൂ. യേശു ക്രിസ്തുവാണ് സത്യദൈവം എന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, ക്രിസ്തീയ സഭയിൽ ചേർന്നു. എന്തോന്നാണ് പറയുന്നത്? ഇതെങ്ങനെ സാധിക്കും? നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവങ്ങളെ നമുക്ക് മറക്കാൻ കഴിയുമോ? ആ മാർഗം വിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? അതും ക്രിസ്തീയ മതത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ഈ നാട്ടിലെ അടിമകളുടെ മതമാണത്. അടിമകളുടെ മതം ഉന്നത കുലജാതരായ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ശത്രുക്കളാകില്ലേ? നമുക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും? ദൈവം ഒന്നേ ഉള്ളൂ ഭാർഗവി. അവിടുന്ന് സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവാണ്. മനുഷ്യരായ നമ്മൾ ആ പരമപിതാവിൻ്റെ മക്കളാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഉയർന്നവരും താഴ്ന്നവരും ഒന്നുമില്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നാം അതിൻ്റെ ഭാഗമായാൽ സമഭാവനയോടെ ലോകത്തെ കാണാൻ കഴിയും. ദൈവം ഒന്നേയുള്ളൂ എങ്കിൽ പിന്നെ ഏതെങ്കിലും ദൈവത്തെ സേവിച്ചാ പോരെ? ക്രിസ്ത്യാനികളുടെ ദൈവത്തെ തന്നെ സേവിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഭാർഗവി, ദൈവം ഒന്നേ ഉള്ളൂ, ശരിയാണ്. ആ സത്യദൈവത്തെ അറിയുകയാണ് ഈ ജന്മത്തിൻ്റെ പുണ്യം. ഞാൻ ആ സത്യദൈവത്തെ അറിഞ്ഞു. ആ സത്യദൈവം മനുഷ്യനായി വെളിപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ സത്യദൈവത്തെ അറിയാൻ കഴിയൂ. അതറിയണമെങ്കിൽ നിനക്ക് ദൈവികമായ ഒരു വെളിപാട് ആവശ്യമാണ്. നീ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആ വെളിപാട് നിനക്കും തരും. എനിക്ക് ഉറപ്പുണ്ട്. യേശുക്രിസ്തു എന്നോട് സംസാരിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ സത്യത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കിനി ആവില്ല. മരണം സംഭവിച്ചാലും യേശുവിനായി ഞാൻ ജീവിക്കും. അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. ഇതൊന്നും കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. അങ്ങേ കൂടാതെ ഒരു ജീവിതം ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ആയിക്കൊള്ളാം. ഭാർഗവി, സമാധാനമായിരിക്കും. നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. അപ്പോൾ നിനക്ക് കുറച്ചുകൂടെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തരും. വാ, മുട്ടുകൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സത്യദൈവത്തെ അറിയാനുള്ള ഭാഗ്യം അടിയൻ അങ്ങ് നൽകിയല്ലോ. ഈ ജീവിതം അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന തുണയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവികമായ വെളിപാട് പ്രിയപ്പെട്ടവൾക്കും നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയെ വാസ്തവമായി അറിയാനും അങ്ങയുടെ പാതയിൽ ജീവിക്കാനും ഞങ്ങളെ നിത്യം സഹായിക്കണമേ. ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു ശക്തി എന്റെ മേൽ വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനും യേശുവിനെ കേട്ടു. ഞാൻ പറഞ്ഞില്ലേ ഭാർഗവി,
ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. ആ പിന്നെ എന്നെ സ്നാനപ്പെടുത്തിയ ബുട്ടാരി അച്ഛൻ എനിക്ക് പുതിയൊരു പേര് തന്നു. ആഹാ, എന്താണ് ആ പേര്? ദൈവസഹായം. നീ സ്നാനപ്പെടുമ്പോൾ നിന്റെ പേരും മാറ്റപ്പെടേണ്ടതുണ്ട്. ഞാൻ നിനക്ക് ജ്ഞാനപ്പൂ എന്ന് പേരിടുകയാണ്. എനിക്ക് സ്വീകാര്യമാണ്. നാളെ തന്നെ പോയി നമുക്ക് ബുട്ടാരി അച്ഛനെ കാണാം. എന്നിട്ട് നിന്റെ സ്നാനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ഭാർഗവി, ഭാർഗവി, എന്താണ് നാം ഈ കേൾക്കുന്നത്? നീയും നിന്റെ ഭർത്താവും കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്? നിങ്ങൾ രണ്ടുപേരും മതം മാറി എന്നുള്ളത് കുടുംബത്തിൽ പരക്കെ സംസാര വിഷയമായിട്ടുണ്ട്. അതിന്റെ വാസ്തവം അറിയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഭാർഗവി, നിന്റെ ഭർത്താവ് പഠിപ്പില്ലാത്ത ആളല്ലല്ലോ. ഈ രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയല്ലേ? എന്നിട്ടും ഇങ്ങനെ അടിമകളുടെ മതം സ്വീകരിക്കാൻ എന്തേ മനസ്സ് വന്നു? മോളെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ആരെങ്കിലും നിങ്ങളെ കൂടോത്രം ചെയ്ത് പറ്റിച്ചോ? ഒന്ന് തെളിവായി പറ കുട്ടി. ആരും ഞങ്ങളെ കൂടോത്രം ചെയ്ത് പറ്റിച്ചതല്ല, മനസ്സാലെ സ്വീകരിച്ചതാണ്. ഞങ്ങൾക്ക് സത്യമറിയാനുള്ള ഭാഗ്യമുണ്ടായി. സത്യത്തിന്റെ പാതയിൽ ജീവിക്കാനും തീരുമാനിച്ചു, അത്ര തന്നെ. എന്തൊരു അഹങ്കാരമാണെടി നിന്റെ സംസാരത്തിന്. നീ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദേവീ കോപം വരുമ്പോൾ ഏറ്റുവാങ്ങിച്ചോ. ഞങ്ങൾക്കെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. എന്തായാലും ഈ മാറ്റത്തിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾ തയ്യാറല്ല. അമ്മേ, ഞാനിപ്പോൾ പഴയ ഭാർഗവി അല്ല കേട്ടോ. ജ്ഞാനപ്പൂവാണ് എൻ്റെ പേര്. ജ്ഞാനപ്പൂ? നശിച്ചു മുടിഞ്ഞു പോടി നീയൊക്കെ. ഗുരുത്വമില്ലാത്തവൾ തോന്നിയതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാ, നമുക്ക് പോകാം. എന്താണ് മന്ത്രിമുഖ്യൻ, അങ്ങയുടെ മുഖം കോപാവേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? രാജാവ് എന്നോട് ക്ഷമിക്കണം. ഇത്രയും കോപത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വരാൻ പാടില്ല. എന്നാലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ കോപം വരാതിരിക്കും? പറയൂ, എന്താണ് നിങ്ങളെ ആ വിഷമത്തിലാക്കിയ ആ സംഭവം? രാജാവ് മാത്രമേ ഇനി അത് അറിയുവാനുള്ളൂ. കൊട്ടാരത്തിലെ കാര്യനിർവാഹകൻ നീലകണ്ഠൻ മതം മാറി പോലും. മതം മാറിയ വിവരം അങ്ങ് മാത്രമേ ഇനി അറിയാനുള്ളൂ. രാമയ്യൻ, അങ്ങ് നീലകണ്ഠനെ കുറിച്ച് കളവ് പറയരുത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കളവ് പറയുകയോ? ഞാൻ രാജസന്നിധിയിൽ കളവ് പറയുകയോ? കഴിഞ്ഞ ദിവസം ശിങ്കാര അണ്ണാവിയോട് കൊട്ടാരത്തിൽ വെച്ചൊരു വാക്ക് തർക്കം തന്നെ ഉണ്ടായി. നീലകണ്ഠൻ പേര് മാറ്റിയിരിക്കുന്നു. ദേവസഹായം പോലും. യേശുവാണ് ദൈവമെന്ന് പ്രസംഗിച്ച് നടക്കുന്നു. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആരാധനാ രീതികളെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നു. എന്തിനേറെ പറയണം, കഴിഞ്ഞ ദിവസം നീലകണ്ഠന്റെ വീട്ടിൽ വെച്ച് ദേവീ പൂജ നടന്നപ്പോൾ അവിചാരിതമായി അയാൾ അവിടെ എത്തി. നൽകപ്പെട്ട പ്രസാദം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പൂജ നടത്തിയ പുരോഹിതന്മാർ അരുത് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചെവി കൊടുത്തില്ല. ഒടുവിൽ അവരോടും പ്രസംഗിക്കാൻ തുടങ്ങി യേശുവിനെ കുറിച്ച്. ഈശ്വര, നാം എന്താണ് കേൾക്കുന്നത്? ഈ കൊട്ടാരത്തിലെ സമർത്ഥനായ കാര്യക്കാരൻ ഇങ്ങനെ അപമര്യാദയെ പെരുമാറുകയാണോ? ഇതൊന്നും പോരാഞ്ഞിട്ട് ബ്രാഹ്മണാചാരങ്ങളെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടി. ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്നിട്ടും അയത്ത ജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു, എല്ലാവരും ഒന്നാണെന്നൊക്കെ പാടി നടക്കുന്നു. ക്രിസ്ത്യാനിയായാൽ അയിത്തം മാറിക്കിട്ടും, അതുകൊണ്ട് യേശു വിശ്വസിക്കൂ എന്നാണ് പ്രസംഗം. ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല തിരുമേനി. നമ്മുടെ കൊട്ടാരത്തിലെ സമർത്ഥനായ ആ കാര്യവിചാരകനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ? അഗതിയാർ മഠത്തിലെ സ്വാമിനിയെ നാം നീലകണ്ഠനുമായി സംസാരിക്കാനായി പറഞ്ഞയക്കാം. വേണ്ട തിരുമേനി, ഞാൻ പറഞ്ഞയച്ചു. സ്വാമിനി സംസാരിച്ചു, ഒരു മാറ്റവുമില്ല. സംസാരിച്ചെങ്കിൽ സ്വാമിനിയെ എനിക്കൊന്ന് കാണണം. എന്റെ അടുക്കൽ വരാൻ പറയൂ. ഞാൻ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കട്ടെ. ഞാനിപ്പോൾ കൊണ്ടുവരാം തിരുമേനി. മഹാരാജാവിന് വന്ദനം. നീലകണ്ഠനെ കുറിച്ച് കേൾക്കുന്നതെല്ലാം ശരിയാണോ സ്വാമിനി? മതം മാറി, വീട് വിട്ടിറങ്ങി, കുടുംബവുമായി പിണങ്ങി മറ്റൊരിടത്താണ് താമസം. ആരുപദേശിച്ചിട്ടും അനുസരിക്കുന്നില്ല. ഞാൻ പലവട്ടം പറഞ്ഞു നോക്കി. ഇപ്പോൾ വാസം അയിത്ത ജാതിക്കാരോടൊപ്പമാണ്. അങ്ങ് സൈന്യാധിപനായി നിയോഗിച്ച
ഡിലനോയി എല്ലാ ഒത്താശയും നൽകുന്നുണ്ട്. മതം മാറുന്നതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ ഇപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന മട്ടിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആയതിനാൽ രാജ്യത്തേക്കുള്ള നികുതി അടയ്ക്കേണ്ട എന്നുപോലും അയാൾ രഹസ്യമായി ചിലരോട് പറയുന്നു. ബ്രാഹ്മണർക്ക് ഇപ്പോൾ ഒരു വിലയും ഇല്ലാതായി. ക്രിസ്ത്യാനികൾ ബ്രാഹ്മണരെ വകവയ്ക്കുന്നില്ല. ഇങ്ങനെ പോയാൽ ഈ താഴ്ന്ന ജാതി ക്രിസ്ത്യാനികൾ എല്ലാം കൂടെ നമുക്കെതിരെ ഒരു വിപ്ലവം അഴിച്ചു വിട്ടാൽ പോലും അതിശയമില്ല. ഓഹോ, ഇത്രമേലായല്ലേ കാര്യങ്ങൾ? സമർത്ഥനായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എല്ലാ പിന്തുണയും ഞാൻ നൽകിയിട്ടും കൊട്ടാരത്തിനും രാജ്യ സംവിധാനങ്ങൾക്കും എതിരെ നിൽക്കാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം തോന്നി? ഇത് നാം പൊറുക്കില്ല. വേഗത്തിൽ നീലകണ്ഠനെ എന്റെ മുന്നിൽ ഹാജരാക്കും. സ്വാമിനി, നീലകണ്ഠൻ ഒരു അബദ്ധമാർഗത്തിൽ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇപ്പോൾ അയാൾക്കെതിരെ ഒരു നടപടിയെടുത്താൽ ക്രിസ്ത്യാനികളെല്ലാം ഒരുപക്ഷെ രാജാവിനെതിരാകുമോ? ക്രിസ്ത്യാനികൾ മാത്രമല്ല, നീലകണ്ഠൻ ഇപ്പോൾ താഴ്ന്ന ജാതിക്കാരുടെ സംരക്ഷകനായതുകൊണ്ട് അവരെല്ലാം നമുക്കെതിരാകും. എന്തായാലും ഉയർന്ന ജാതിക്കാരെല്ലാം നീലകണ്ഠന്റെ വഴിയെ ക്രിസ്ത്യാനികളാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീലകണ്ഠനെതിരെ ഒരു ശിക്ഷണ നടപടി സ്വീകരിച്ചാൽ ആഭ്യന്തര യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചാലോ എന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സ്വാമിനി, നീലകണ്ഠനെ ഒന്ന് വ്യക്തിപരമായി കാണണം. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ പറയണം. ക്രിസ്ത്യാനിത്വത്തെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് അവനോട് ഒന്ന് പറയണം. രാജാവിന്റെ ഒരു അഭ്യർത്ഥനയായി അത് സ്വീകരിക്കാൻ അവനെ നിർബന്ധിക്കണം. സ്വാമിനി തന്നെ ആ ദൗത്യം ഏറ്റെടുക്കണം. ഹായ് ഫ്രണ്ട്സ്, രണ്ടുപേരും നല്ല പ്രാർത്ഥനയിലാണല്ലോ. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് സർ. പ്രാർത്ഥനയല്ലാതെ മറ്റെന്താണ് ഒരു പരിഹാരം? എല്ലാം നഷ്ടപ്പെട്ടാലും പ്രാർത്ഥന നഷ്ടപ്പെടരുതല്ലോ. നീലകണ്ഠന് എല്ലാം അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജാവ് ഒരു നീതിന്യായ കോടതി വിളിക്കുന്നുണ്ട്. അവിടെ ന്യായവിസ്താരം നടത്തപ്പെടുന്നതാണ്. എൻ്റെ ദൈവമേ, എന്താണ് എൻ്റെ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാജാവിൻ്റെ വിചാരണയോ? എന്താ എന്നോടൊന്നും പറയാത്തത്? ഇനി എന്തു ചെയ്യും? Be calm, dear sister. ദൈവം എല്ലാം മാറ്റും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. He will take care of everything. നീലകണ്ഠൻ, നിങ്ങൾക്കിതെന്തു പറ്റി? നിങ്ങളെ വളർത്തിയ, ഈ രാജ്യത്തിന്റെ സമുന്നത സ്ഥാനങ്ങളിൽ എത്താൻ സഹായിച്ച കുടുംബത്തെ, മതത്തെ, വർഗത്തെ എല്ലാം മറന്നുകൊണ്ടുള്ള ഈ പോക്ക് എങ്ങോട്ടാണ്? ഇല്ല പ്രഭു, ഞാൻ ആരെയും അപകീർത്തിപ്പെടുത്തിയിട്ടില്ല, ആരെയും മറന്നിട്ടുമില്ല. സ്വന്തം ജീവൻ നൽകി എന്നെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ അതുമാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. യേശുക്രിസ്തു രക്ഷകനോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദനീയമല്ല എന്ന് അറിയത്തില്ലേ? മഹാരാജൻ, അങ്ങ് എനിക്ക് തന്ന എല്ലാ ചുമതലകളും വളരെ സത്യസന്ധമായും വിശ്വസ്തയോടെയും നിറവേറ്റിയെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങേക്കെതിരെയോ ഈ രാജ്യത്തിനെതിരെയോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഇപ്പോൾ രാജനിയമങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങളുടെ ജാതിയിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളായി കൂടാ എന്ന് അറിയത്തില്ലേ? അത് ഈ രാജ്യത്തിന്റെ കീഴ്വഴക്കമല്ല. മാത്രമല്ല, കൊട്ടാരത്തിലെ സൽക്കാരങ്ങളിൽ എന്തേ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല? യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചു. ഇനി ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അതിന് എന്നെ അനുവദിക്കുന്നില്ല എങ്കിൽ രാജ്യം തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നീലകണ്ഠൻ, നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനിത്വത്തെ ഉപേക്ഷിക്കുക.
ആ അഴുക്കു ചാലിനെ എടുത്ത് തലയിൽ കയറ്റി വയ്ക്കരുത്. നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരാം. എന്നെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ അനുവദിക്കുക. അതുമാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വേറൊന്നും എനിക്ക് വേണ്ട. മഹാരാജാവേ, അങ്ങയ്ക്കെതിരെയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവവും പ്രാഗൽഭ്യവും എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ഇത് നിഗളം, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിഗളം. ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറും. ഉറപ്പാണ്. നിങ്ങൾ ചെയ്തതെല്ലാം ഒരു ഈശ്വര പൂജയായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ദൈവനിന്ദയാണ് നീലകണ്ഠൻ, ദൈവനിന്ദ. ഈ നന്ദിയില്ലാത്തവനെ തടവിലാക്കൂ. ഇയാൾക്കൊരു മാറ്റമുണ്ടാകുമോ എന്ന് ഞാൻ നോക്കട്ടെ. മന്ത്രിമുഖ്യൻ, ഇവിടെ ആഭ്യന്തര വിപ്ലവം എന്തെങ്കിലും നടക്കുമോ? ഡിലനോയ് എല്ലാവിധ പിന്തുണയും നീലകണ്ഠന് കൊടുക്കുന്നുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ വല്ല വിദേശ പടയും നമുക്കെതിരെ വരുമോ? ഒന്നുകൂടെ സംസാരിച്ച് അയാളോട് മതം മാറാൻ പറയണം. എന്തെങ്കിലും വലിയ വാഗ്ദാനം കൊടുത്താലും കുഴപ്പമില്ല. തിരുമനസേ, ഒരു വിദേശിയെ നമ്മുടെ സൈന്യാധിപനാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ നമുക്കെതിരാകും. നമുക്ക് തടയാൻ കഴിയുന്നതിലും അപ്പുറം അവർ വലുതാകും. അത്രയും അപകടമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം. കാര്യങ്ങൾ നമ്മുടെ വരുതിക്ക് വരും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയി നീലകണ്ഠനോട് സംസാരിക്കൂ. ബാക്കിയുള്ളത് പിന്നെ തീരുമാനിക്കാം. മാന്യമഹാജനങ്ങളെ, തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പ്രജകളായ നന്മയുള്ളവരെ, മഹാരാജൻ മാർത്താണ്ഡവർമ്മയുടെ വിളംബരമാണിത്. രാജകൊട്ടാരത്തിലെ ഭരണനിർവാഹകനും ഉന്നത കുലജാതനുമായ നീലകണ്ഠൻ മതം മാറിയ കാരണത്താൽ രാജാവ് തടവിലാക്കിയിരിക്കുന്നു. ഉന്നത കുലജാതരായ ആരെങ്കിലും മറ്റു മതങ്ങളിലേക്ക് മതം മാറ്റം നടത്തിയാൽ തിരുവിതാംകൂർ രാജ്യത്തിന്റെ കീഴ്വഴക്കമനുസരിച്ച് അത് രാജ്യ നിയമലംഘനമായി കണക്കാക്കും. തിരുവിതാംകൂർ ക്രിസ്ത്യൻ ദൈവാലയത്തിലുള്ള എല്ലാ വിശ്വാസികളും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഇനിയും മതം മാറ്റം തുടർന്നാൽ ശിരച്ഛേദം ഉൾപ്പെടെയുള്ള കഠിന ശിക്ഷകൾ നടപ്പാക്കുമെന്ന് രാജാവിന്റെ അരുളപ്പാട്. കണ്ടോ കണ്ടോ, രാജാവിന്റെ മനസ്സ് മാറിയത് കണ്ടോ? കുളച്ചൽ യുദ്ധത്തിൽ ജീവൻ മരണ പോരാട്ടത്തിൽ സ്വന്തം ജീവൻ ഹോമിച്ച് പോരാടിയവരിൽ ക്രിസ്ത്യാനികളായ തൊഴിലാളികളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായ മത്സ്യബന്ധന തൊഴിലാളികളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായ പാവപ്പെട്ടവരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായ താഴ്ന്ന ജാതിക്കാർ ഉണ്ടായിരുന്നു. ഡച്ചുകാരെ തൂത്തെറിഞ്ഞ ആ ഐതിഹാസിക വിജയം സ്വന്തമാക്കിയപ്പോൾ എല്ലാവരെയും രാജാവ് പുകഴ്ത്തിയിരുന്നു. എന്നാൽ രാജാവെല്ലാം മറന്നിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളാകുന്നത് അപരാധമായി കാണുന്നു. ശിരച്ഛേദം വരെ നടപ്പാക്കുമെന്നാണ് ഭീഷണി. രാജാവിന് പൂർണ്ണ പിന്തുണ കൊടുത്ത നാമൊക്കെ ഇനി അത് പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു. പാവം ആ നീലകണ്ഠൻ, അദ്ദേഹം എത്രയധികം പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. കൊട്ടാരത്തിലെ കാര്യവിചാരകനായി സേവനമനുഷ്ഠിച്ച വ്യക്തിത്വമാണ്. സൈനിക കോട്ടകളുടെ നിർമ്മാണത്തിന് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. പ്രഗത്ഭനായ നീലകണ്ഠൻ്റെ സേവനങ്ങൾ ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എന്നാൽ ഇതാ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. കണ്ണിൽ ചോരയില്ലാത്ത ഇത്തരം പ്രവർത്തികൾ മതത്തിൻ്റെ പേരിൽ ചെയ്യാൻ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് കഴിയുക? ഛേ! ഡിയർ സാർ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ താങ്കൾ അറിയുന്നില്ലേ? താങ്കളുടെ ഉറ്റ സുഹൃത്തല്ലേ നീലകണ്ഠൻ? അദ്ദേഹത്തെ തടവിലാക്കിയപ്പോൾ താങ്കൾക്ക് മനസ്സ് പിടങ്ങില്ലേ? നീലകണ്ഠനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ക്രിസ്ത്യാനികളെല്ലാം കൂട്ടമായി ഉപദ്രവിക്കുകയാണ്.
അനേകരെ ഇതിനോടകം കൊന്നുകഴിഞ്ഞു. ഉന്നത കുലജാതർക്ക് ക്രിസ്ത്യാനികളാകാനേ പാടില്ല എന്ന നിയമം കൊണ്ടുവരുന്നു. എന്തൊക്കെയാണോ എന്തോ ഇവിടെ നടക്കുന്നത്? കാം ഡൗൺ ആനന്ദനാഥൻ. എനിക്ക് എല്ലാം മനസ്സിലാവും. ദൈവസഹായത്തെ രക്ഷിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. അതോടൊപ്പം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും നമുക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരാൾ മാത്രമായിട്ട് എല്ലാം ചെയ്യുവാൻ കഴിയുകയില്ല. താങ്കളുടെ ജീവനും അപകടത്തിലാണ്. സോ പ്ലീസ് തൽക്കാലം എവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിക്കുക. നിങ്ങളുടെ നന്മയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. യുദ്ധസമയത്തുണ്ടായിരുന്ന നാടാർ വിഭാഗത്തിലെ ക്രിസ്ത്യൻ ആശാന്മാർ പലരെയും അവർ കൊന്നുകളഞ്ഞു. സൈനിക സംഘത്തിൻ്റെ ഭാഗമായ കരിക്കണ്ണ മുത്തപ്പാർ, തൊമ്മായി ചിന്നത്തമ്പി, തൊമ്മൻ തിരുമുത്തുകുട്ടി എല്ലാവരെയും കൊന്നുകളഞ്ഞു. എനിക്കറിയാം, എന്നെയും അവർ വകവരുത്തും. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ഓടിപ്പോവുക, എവിടെയെങ്കിലും പോയി ഒളിച്ചു താമസിക്കുക. അല്ലെങ്കിൽ രാജാവിൻ്റെ സൈന്യം നിങ്ങളെ പിടികൂടും. ഓ ഗോഡ്, ദൈവമേ, ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ. ഐ ആം ഹെൽപ്ലെസ്. ഞാൻ എന്താണ് ഈ കാണുന്നത്? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുവെന്നറിയാമോ? ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ തടവറയിൽ കിടക്കാൻ മാത്രം എന്ത് പാവമാണ് നിങ്ങൾ ചെയ്തത്? ആരെയും ദ്രോഹിക്കാറില്ല, നന്മ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എന്നിട്ട് എന്തേ ഇങ്ങനെ? ഇതെന്തൊരു കോലമാണ്! ഭക്ഷണമില്ല, ഉറങ്ങാൻ സൗകര്യമില്ല. നിങ്ങൾ എങ്ങനെ ഇവിടെ കഴിയുക? എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. സഹോദരി, സമാധാനമായിരിക്കോ? ഒരു പക്ഷേ ഈ സങ്കടങ്ങൾ അനേകം പേരുടെ രക്ഷയ്ക്കായി മാറിയാലോ? യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ആ അനുഭവം നിങ്ങൾക്കുണ്ടായി എന്നതിൽ സമാധാനിക്കൂ. എൻ്റെ വാക്കുകൾ ആശ്വാസമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. കഴിഞ്ഞ 10 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് നിനക്ക് സന്തോഷം ഞാൻ തന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. നിന്റെ മനസ്സ് കനലുകളടങ്ങാത്തൊരു നെരുപ്പോടാണെന്ന് എനിക്കറിയാം. ദുഃഖം മാത്രം സമ്മാനിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. നീ എന്നോട് ക്ഷമിക്കും. ഈ കഷ്ടതകളിലൂടെ കടന്ന് നമ്മൾ സ്വർഗത്തിലെത്തിയ അതിൽ പരം ഒരു ഭാഗ്യമുണ്ട്. കർത്താവ് നിനക്ക് സമാധാനം നൽകട്ടെ. നീ ഇനി കരയാതിരിക്കുമ്പോഴാണ് നീ എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കരയരുത് ഒരിക്കലും. സമയമായി പോകാം. ആരാച്ചാരേ, ഡിലനോയ് നീലകണ്ഠനെ തളയിൽ വന്ന് കണ്ട സ്ഥിതിക്ക് ഇനി സ്ഥിതിഗതികൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീലകണ്ഠനെ ഇവിടെ നിന്ന് കടത്തണം. നിങ്ങളുടെ പെരുവിളയിലെ വീട്ടിൽ പശുക്കൾക്കിടയിൽ കൊണ്ട് കെട്ടിയിടണം. ആഹാരമൊന്നും കൊടുക്കണ്ട, അവനെ പട്ടിണി കിട്ടി കൊല്ലണം. ആരും അറിയുകയും വേണ്ട. നിനക്ക് എത്ര പണം വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അത് തരാം. ഞാൻ ഏറ്റു. അവന്റെ കഥ ഇതോടെ തീരണം.
ആരാച്ചരുടെ തലയിൽ ഇതൊക്കെയല്ലേ ഒതുക്കിയുള്ളൂ. പാവങ്ങളെ ദ്രോഹിക്കുന്നത് ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ? നീയും കുട്ടികളും 4 നേരം തിന്നുന്നത് ഈ പണം കൊണ്ട് തന്നെയല്ലേ? അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ഈ ആരാച്ചാർ പണിയൊന്നും മതിയാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓ, നോക്കാം. ഇവിടെ അടങ്ങി കിടന്നോണം. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. നീ ആഹാരമൊന്നും കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? വെള്ളം ദാഹിക്കുന്നു. വെള്ളം വെള്ളം. മിണ്ടാതിരിക്കണം. നിനക്കൊന്നും തരാൻ എനിക്ക് സൗകര്യമില്ല. തരുന്നത് തിന്നുകൊണ്ട് കിടന്നോണം. അയ്യോ, എന്റെ കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല. അയ്യോ, രക്ഷിക്കണേ. അയ്യോ അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. ആരാച്ചാരെ, നീ യേശുവിൽ വിശ്വസിച്ചാൽ ഒരത്ഭുതം കാണും. ഉറപ്പാണ്. എന്റെ കുഞ്ഞ് രക്ഷപ്പെടുമോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്റെ കുഞ്ഞിന് സൗഖ്യം വന്നു കഴിഞ്ഞു. കുഞ്ഞിന് ശ്വാസം കിട്ടി തുടങ്ങി. അത്ഭുതം, അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പ് തരണം. അങ്ങയെ ഉപദ്രവിക്കാൻ എനിക്കിനി കഴിയുകയില്ല. അങ്ങൊരു ദൈവ മനുഷ്യൻ തന്നെയാണ്. എന്നോട് ക്ഷമിക്കൂ. സാരമില്ല ആരാച്ചാരെ, യേശു വിശ്വസിക്കൂ. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വേഗത്തിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുക്കൂ. ഓഹോ, നീ ഇവിടെ നല്ല ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിക്കുകയാണല്ലേ? കൊള്ളാമല്ലോ. ആരാച്ചാരെ, നിങ്ങൾ ചതിയനാണ്. കൊല്ലാനേൽപ്പിച്ച ആളെ നിങ്ങൾ തീറ്റിപ്പോറ്റി. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. സത്യം. അയ്യോ, അങ്ങനെ പറയരുത്. ഇയാൾ ഒരു ദൈവ മനുഷ്യനാണ്. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇദ്ദേഹമാണ് മരിക്കാൻ കിടന്ന എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയത്. ദയവായി ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളെ രക്ഷിക്കുകയോ? സാധ്യമല്ല. നമുക്കിവിടെ നിന്ന് ഇവനെ കൊണ്ടുപോകാം. വേഗം വാ. അയ്യോ, ആ പുണ്യ മനുഷ്യനെ ഉപദ്രവിക്കരുത്. അദ്ദേഹത്തെ വെറുതെ വിടൂ. നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലാനാണ് നോക്കുന്നത്. അത് വലിയ പാപമാണ്. ആ മനുഷ്യനെ വെറുതെ വിടൂ. ദയവായി ഉപദ്രവിക്കരുത്. മാന്യമഹാജനങ്ങളെ, പട്ടാളത്തിന്റെ പിടിയിലായ നീലകണ്ഠൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ദേവസഹായമെന്ന് മറുപേരുള്ള ഈ മനുഷ്യൻ മതം മാറിയ കാരണത്താൽ രാജാവ് കുറ്റം വിധിക്കുന്നു. മേലിൽ ആരും ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യരുതെന്ന് രാജാവ് തന്റെ അധികാരത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവിന്റെ കൽപ്പന മറുത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ നീലകണ്ഠൻ ശിക്ഷിക്കപ്പെട്ടതുപോലെ ശിക്ഷിക്കപ്പെടും. നടക്കണ മുന്നോട്ട്. വെള്ളം വെള്ളം വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം വെള്ളം. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. എപ്പോഴും നിനക്ക് വെള്ളം തരാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളമൊന്നുമില്ല. ഇനിയും 2 ദിവസത്തെ യാത്രയുണ്ട്. നടക്ക്. എന്റെ ദൈവമേ, നിന്റെ കരുതലുകൾ എത്ര വലിയത്. ഈ അനർത്ഥത്തിലും നീ എനിക്ക് ദാഹജലം നൽകിയല്ലോ. നന്ദി ദൈവമേ, നന്ദി. എൻ്റെ ജീവനെ
തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നടക്കണ മുന്നോട്ട്. നീ ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നീ ഇവിടെ മരിക്കും. ഇല്ല, മരിക്കേണ്ടി വന്നാൽ ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിക്കില്ല. പാറക്കെട്ടുകൾ മാത്രമുള്ള ഈ മലയിൽ ഞങ്ങൾ നിന്നെ കൊന്നാൽ വേറെ ആരും അറിയില്ല. അവസാനമായി ചോദിക്കുകയാണ്, നീ ഉപേക്ഷിക്കുന്നുവോ ഇല്ലയോ? എൻ്റെ ശരീരത്തെ കൊല്ലുവാൻ മാത്രം കഴിയുന്ന മനുഷ്യരെ എനിക്ക് പേടിയില്ല. എനിക്കറിയാം, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. എനിക്കത് മതി, എനിക്കത് മാത്രം. വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്ന്